10 വർഷത്തെ പിണറായി ഭരണോ തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, തുടരണ്ട എന്നും എനിക്കില്ല. തുടരണം എന്നാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാം പല കാര്യങ്ങളും. പിന്നെ അവർ ഇത്രയും നാളായിട്ട് ചെയ്തുകൊണ്ട് വരുമല്ലോ പല കാര്യങ്ങളും. അപ്പൊ ആ കാര്യങ്ങൾ കുറച്ചും കൂടി ഒരു പൂർത്തീകരണത്തിലേക്കൊക്കെ എത്തിക്കാൻ പറ്റും ഇനി തുടർന്നാല്. കാരണം നമ്മളൊരു കാര്യം ചെയ്തു വെച്ചൊരു കാര്യം നമ്മൾ തന്നെ പൂർത്തീകരിക്കുന്നതാണ്. കുറെ പദ്ധതികളൊക്കെ ഇനി പൂർത്തീകരിക്കാൻ പറ്റും. കുറെയൊക്കെ പൂർത്തീകരിച്ചു, ഇനി കുറെ കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ അവർ തന്നെ തുടരുകയാണെങ്കിൽ അങ്ങനെ ഒരു പൂർത്തീകരണം സാധിക്കും. പിന്നെ ഇവര് വരുവാണെങ്കിൽ അവർ തുടങ്ങി വെച്ച ചില പദ്ധതികളൊക്കെ പൂർത്തീകരിക്കും. ഇപ്പൊ പെൻഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇവരിനി കൊടുക്കുവോ ഒന്നും അറിയില്ല. ഇവർ പറയുന്നത് ഖജനാവ് കാലിയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി പെൻഷനൊക്കെ മുടക്കി കഴിയുമ്പോൾ ഇവർ പറയും ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഖജനാവ് കാലിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഇവർ എക്സ്ക്യൂസ് പറയും. മറ്റേ ഗവൺമെന്റ് അങ്ങനെയല്ല, എവിടെന്നെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തായാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിപ്പിക്കുന്നുണ്ട്. ഇവരിനി ഖജനാവ് കാലിയാണെന്നുള്ള ട്രെൻഡ് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇവർ വന്നു കഴിഞ്ഞ് ചിലപ്പോൾ വലിയ ഭരണമൊന്നും കാഴ്ചവെച്ചില്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയും ഖജനാവ് കാലിയല്ലേ, ഞങ്ങൾ എന്ത് ചെയ്യാനാ, അവരങ്ങനെ ആക്കി വെച്ചേക്കല്ലേ എന്നൊക്കെ പറയും. അപ്പൊ അത്തരത്തിലുള്ള എക്സ്ക്യൂസസ് കേൾക്കണ്ടെങ്കിൽ അവരെ തന്നെ ഒരു തുടർ ഭരണം എന്നുള്ള നിലയിൽ കൊണ്ടുപോകണം നല്ലത്. LDF കാരണം അവരിങ്ങനെ എക്സ്ക്യൂസസ് പറയില്ല. ഇപ്പോ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാഷ് പറയുന്നുണ്ടായിരുന്നു, അതായത് പാവപ്പെട്ട എന്നുള്ളൊരു പദപ്രയോഗം തന്നെ ഞങ്ങൾ ഇല്ലാതാക്കും. പാവപ്പെട്ട ജനങ്ങൾ, പാവപ്പെട്ടവർ, സാധാരണക്കാരെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത് തന്നെ ഇല്ലാതാക്കും തുടർ ഭരണം കിട്ടിയാലെന്ന്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും പറയാനുള്ള ധൈര്യം ഇവർക്കുണ്ടോ? നടക്കൂല, അത് പിന്നത്തെ കാര്യം. പക്ഷെ ഈ പാവപ്പെട്ടവർ എന്നുള്ളൊരു കാര്യം തന്നെ ഞങ്ങൾ ഇല്ലാതാക്കും. അതാണ് ഈ ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക ആശയം, അല്ലെങ്കിൽ അതാണ് മെയിൻ ആയിട്ടുള്ള ഉന്നം ലക്ഷ്യം എന്നൊക്കെ പറയാനുള്ള ഒരു ചങ്കുറപ്പ് ഈ പറയുന്ന UDF-നോ നേതാക്കൾക്കോ ഉണ്ടോ? അതാണ് എന്റെ ചോദ്യം. ഇവര് വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്ത് ചെയ്യും? പാവപ്പെട്ടവരെ അവഗണിക്കുമോ എന്നൊക്കെയുള്ള നമ്മുടെ ഒരു ആൻസൈറ്റി. അതായത് ഈ ഗവൺമെന്റ് UDF ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ടവരെ അവഗണിക്കുമോ, അതാണ് നമ്മുടെ ഒരു ടെൻഷൻ. അപ്പൊ ആ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇവർ പറഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും. കാരണം ഒരു മുതലാളിമാരുടെ ഇഷ്ട പാർട്ടി എന്നുള്ള നിലയിലാണ് UDF-ന്റെ ഒക്കെ ഒരു പോക്കുന്ന് ഒരു ഫീലിംഗ് ഉണ്ട്. കാരണം കുറെ മുതലാളിമാർക്കൊക്കെ UDF വരണമെന്നാണ്. അതെന്തുകൊണ്ടാണ്? പക്ഷെ തൊഴിലാളികളോട്, സാധാരണക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ ഇത്രയും ഭരിച്ചുകൊണ്ട് അവർക്കൊരു വിമുഖത ഉണ്ടെങ്കിൽ കൂടി അവർക്ക് UDF വരണം എന്നൊന്നുമില്ല. UDF വരണം എന്നുള്ള ആഗ്രഹങ്ങൾ സാധാരണക്കാരനില്ല, കുറവാണ്.